ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അധികം QR വഴി സ്കാൻ ചെയ്യാണ് പതിവ്, ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ വഴി. പക്ഷേ നമ്മൾ സാധാരണ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് തിരഞ്ഞു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊക്കെ അധികം ആളുകൾ നമ്മൾ കാണാൻ ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നത് കാണാം. നമുക്കത് പെട്ടെന്ന് തിരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ നമുക്ക് ഗൂഗിൾ പേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ QR എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലൊക്കെ. പക്ഷെ അതിന് ചെറിയൊരു ഷോർട്ട് കട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് അടിപൊളി ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണം, എന്നാലും അത് മനസ്സിലാവുള്ളൂ. ആദ്യത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ടെക്നിക്ക് കൂടി നോക്കുക. അങ്ങനെ രണ്ട് ടെക്നിക്കുകളുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഫോൺ പേ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അയക്കാറ്. പക്ഷേ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് നമുക്ക് പല ആപ്പുകളിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ പേ തപ്പിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ, തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാനിവിടെ ഗൂഗിൾ പേ അടിപൊളി ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൂഗിൾ പേ. നമ്മൾ സാധാരണ പേയ്മെന്റ് നടത്തുന്നത് അധികവും സ്കാൻ ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് വഴി ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ. പക്ഷേ ഞാൻ ഈ അടിപൊളി ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുക. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന QR-ന്റെ മേലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നു. ലോങ് പ്രസ് ചെയ്താൽ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അത് ബാങ്ക് ട്രാൻസ്ഫർ കാണിക്കുന്നുണ്ട്, മൊബൈൽ റീചാർജ് കാണിക്കുന്നുണ്ട്, പേ ഫോണിലേക്ക് ചെയ്യാനുള്ളത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ട് പൈസ അടയ്ക്കാനുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് അയക്കാനുള്ളതാണ്. ജസ്റ്റ് ആ സ്കാനിന്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ കണ്ടില്ല, നേരെ സ്കാനിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നേരെ സ്കാൻ ചെയ്തിട്ട് പൈസ അയക്കാൻ വേണ്ടി സാധിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് ഫോണിലേക്ക് പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെയുള്ള ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴും നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യണമെന്നാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മൊബൈൽ പേയ്മെന്റ് നടത്താൻ സാധിക്കും. ഇനി ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷെ അതിലും അടിപൊളി ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ നമുക്ക് ചെയ്യാം. അതിന് പകരം നമ്മൾ ഈ സ്കാൻ കണ്ടില്ലേ, സ്കാൻ എനി QR എന്നുള്ള അതിന്റെ മേലുള്ള അവിടെ അതിന്റെ മേലെയും കൂടി നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുക. കണ്ടില്ലേ, അങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജസ്റ്റ് ആ QR മാത്രം, QR-ന്റെ ആ ചെറിയൊരു ഇമേജ് മാത്രം നമുക്ക് ഇവിടേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കയറിയിട്ട് സ്കാനർ എടുക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കും. അല്ലേ, നമുക്ക് സാധാരണ QR ഒക്കെ നമ്മൾ ഇതേപോലെ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടേക്ക് നോക്കിയിട്ട് അത് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇനി പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ മറന്നു പോകരുത്, എപ്പോഴും നമ്മൾ പിൻകോഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫോണിന് ലോക്ക് വെക്കണം എന്നുള്ളത് മറന്നു പോകരുത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഫോൺ നമ്പറിലേക്ക് പേയ്മെന്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നതാണോ വേണ്ടെങ്കിൽ അതിൻ്റെ മേലൊന്നും കൂടി ലോങ് പ്രസ് ചെയ്തിട്ട് നേരെ സ്ക്രീനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഇമേജ് നമുക്ക് നേരെ നമ്മുടെ ഡിസ്പ്ലേയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഓപ്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് അതിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടില്ല, ഇനിയിപ്പം അടുത്ത ബാങ്ക് ട്രാൻസ്ഫർ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന QR അതിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് നേരെ ഇവിടേക്ക് വരികയാണ്, ഒരു ഷോർട്ട് കട്ട് ഇവിടേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പേയ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ കയറിയിട്ട് ഓരോരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. QR സെലക്ട് ചെയ്യണം, അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. ഇത് നേരെ നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നത് കാരണം നമുക്ക് ഏത് ഷോപ്പിലേക്ക് പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ആ QR-ന്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ പേയ്മെന്റ് നടത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടത് നമ്മളൊരു പിൻകോഡ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ പിൻകോഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യണം എന്നുള്ള കാര്യം മറന്നു പോകരുത്.